ഇടിയുണ്ട് പഴുത്ത്. വേദന ഉണ്ടോടാ? ഭയങ്കര വേദന. ഒരു ഇരി ഓടാ പുല്ലേ. നീ ഒറ്റ ഒരുത്തൻ കാരണമാ ഇപ്പൊ യോമാർക്കും തല്ലുകൊണ്ടത്. നിന്റെയൊക്കെ വർത്താനം കേട്ടതൊന്നും ഞാൻ വിളിച്ചു വരുത്തി തല്ലിച്ചതാണെന്ന്. ഇനി അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പ് ആ പെണ്ണിനെ എങ്ങനെയൊന്ന് കണ്ടുപിടിച്ച് കൊടുക്ക്. ഇനി എന്നെ കൊണ്ട് വയ്യടേ. ഞാൻ ഇത് എവിടെ ചെന്ന് അന്വേഷിക്കാനാ? ബൈക്കിന്റെ പുറകിലിരുത്തി അവൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുമ്പോ അറിയണമായിരുന്നു. എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊറയാ. ആ പെണ്ണ് ആ കാക്കയുടെ കയ്യിൽ നിന്ന് ചാടി പോന്നതാന്നാ എനിക്ക് തോന്നുന്നത്. നല്ല ആപ്പിള പോലത്തെ പെണ്ണ. കാക്ക വെറുതെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ അമ്മയുടെ കൈ ചെന്ന് പെട്ട തട്ടിക്കളയാൻ വരെ മടിക്കില്ല. വല്ല ആമ്പിള്ളാർക്കും വേണ്ടി അയാൾ ഈ പരാക്രമം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. കളി ചെറിയടുത്ത് ഇത് തമാശയൊന്നുമല്ല. എന്റെ ബലമായ സംശയം ഇവക്കേതോ അതോ ലോകമായിട്ട് ബന്ധമുണ്ടെന്നാ. ഇത് അങ്ങനെയുള്ള ഒരു ടൈപ്പ് അല്ല. നല്ല ഹൈ ഫാമിലിയിലെ ഒരു കുട്ടിയാ. രജനി എന്ന് പേരുള്ളപ്പോ കുട്ടി ഹിന്ദു ആയിരിക്കും. പിന്നെന്തിനാ മലപ്പുറം കാക്ക അന്വേഷിച്ച് നടക്കുന്നത്? അതാ എനിക്കും പിടികിട്ടാത്തത്. അയ്യോ, ഇത് അവന്മാരായിരിക്കും. അരുന്നാ കൊണ്ടൊന്നും സോറിടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവരല്ലെന്ന്. മനസമാനം പോലടാ ചെട്ടി. എന്നെ ചെട്ടിനെ വിളിക്കല്ലേ പട്ടി.